പോയി ഇരിക്കാണ്. പടച്ചനെ ആചാരാളെ വന്നത്. എവിടെ പോയി ഇത്തിരിക്കാനോ? ഞാൻ എത്ര നേരം ഇവിടെ വന്നിട്ട്. അല്ല, അടക്ക പറിക്കാൻ ആള് വന്നോ? അടക്ക പറിക്കാനേ സുരേശൻ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞ് ഞാൻ ഓനെ കാത്തിക്കാണ്. ഇനി വേണമെങ്കിൽ ഞാനൊന്ന് പോയി വെക്കാടെ. ഇനി എപ്പോഴാണ്ട് അടക്ക പറിച്ച് കയ്യ ആല വൃത്തിയാക്കിട്ടേ ആ പയ്യനെ കറക്കൽ എപ്പോഴാണ്? എല്ലാം സുരാ ഒരു പണിക്ക് ഏൽപ്പിച്ച എങ്ങനെ അടക്ക പറിച്ചിട്ട് വേണം അവൻ ആല വൃത്തിയാക്കാൻ. ഇനി എവിടെ ഇത്ര നേരം? എല്ലാം ഇങ്ങനെ രണ്ടാമത് തരത്തി നിൽക്കാം. വേറെ പോയി പറിച്ചോടി. ഇവന്റെ വാപ്പുള്ള കാലത്ത് എന്തൊക്കെ ഒരു സ്വർഗം തന്നെയല്ലേ ഈ സാധനം? ആ തന്തൊക്കെ ഉണ്ടായത് തന്നെയാണോ? പറഞ്ഞതിന് മറുപടി ഒന്നും ഞാൻ ഇപ്പൊ പറയില്ല. എന്തായാലും എനിക്ക് പറയാൻ പറ്റൂല. ഇത്രയും കാലം ഓല അടുക്കളയെന്നാണ് നമ്മൾ ജീവിച്ചത്. ഇനി ഈ അടക്കല പണി കഴിഞ്ഞിട്ടാണ് സുരേഷ എനിക്ക് ഒരാളെ നന്നാക്കണോ, അത് കഴിഞ്ഞാണ് ആ പയ്യനെ കറക്കാനും. സുരേഷ അവിടെ നോക്കുന്നുണ്ട്. നമ്മളെ പണി തുടങ്ങാവാ, അതിന് വർത്താൻ കേൾക്കാനാവില്ല. എന്തിച്ചാട് ആ അങ്ങനല്ലേ പോലെ മോനാണല്ലോ വരുന്നത്. അല്ല വാപ്പ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇവിടെ പണിക്കരുത് പണിക്കരുതെന്ന്? നിങ്ങൾക്ക് എന്തിന്റെ ആവശ്യമാണ്? ഞാൻ ഗൾഫിൽ നിന്ന് വിളിച്ചു നിങ്ങളെ പറഞ്ഞല്ലേ ഇവിടെ ഇങ്ങനെ അടിമപ്പണി എടുത്ത് ജീവിച്ചോ? നിങ്ങൾക്ക് എന്താ ആവശ്യം എന്നോട് പറഞ്ഞാൽ പോരെ? ഞങ്ങൾക്ക് എന്താ ആവശ്യം നിറവേറ്റാത്ത? സുരേഷ് ചേട്ടാ, നിങ്ങൾക്ക് എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ? ഇവിടെ ഇങ്ങനെ അടിമപ്പണി എടുത്ത് ജീവിക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇത്ര ദിവസം ഞാൻ പറഞ്ഞേ അറിയോ? നിങ്ങൾ കുറെ നേരം ഇവിടെ വർത്താൻ പറഞ്ഞിരിക്കണേ. നിങ്ങൾ അടക്കപ്പറി കഴിഞ്ഞോ? അടക്കപ്പറി കഴിഞ്ഞാലേ ഈ ആലയെ കണ്ട് വല്ല് ഓനെ കണ്ടോ? നിങ്ങള് കുറെ കാലം അതിന്റെ വാപ്പനോട് കഷ്ടപ്പെടുത്തുന്നു. ഈ ആറ വേണ്ടാ എനിക്ക് പറഞ്ഞു ഇന്നോട് വരെ ഒരു പാവാന്ന് വിചാരിച്ചിട്ടേ നിങ്ങളെ പേടിക്കന്നെ. ഇതൊന്നും ഞാൻ അറിയില്ലാന്ന് വിചാരിച്ചില്ലേ? ഇത് പഴയ കാലമല്ല. കുറച്ച് പറമ്പുകളെ കയ്യിൽ വിചാരിച്ചിട്ടേ നിങ്ങൾ അടിമപ്പണി ചെയ്യിക്കുക. അത് ഇനി ഇവിടെ നടക്കൂല. മനസ്സിലായിക്കൊള്ളി. വാപ്പനെ കാണു കാണൂല. ഞാൻ പോയില്ല. ഇനി എന്റെ അടക്കിയും കുറിച്ചൊന്നും പറഞ്ഞാൽ സുരേഷനെ കുറിച്ച് വേറെ ആരും നോക്കിട്ടോ.